ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും ടീം PPPL അവതരിപ്പിക്കുന്ന പബ്ജി റോ മാച്ചിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പവേർഡ് ബൈ തറവാടി സ്പോർട്സ്. അപ്പോൾ ഞാൻ നിജോ. ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു, ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നലെ ചില സാങ്കേതിക കാരണങ്ങളാൽ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി സ്പെക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സീസൺ 7ൻ്റെ 4th മാച്ചാണ്. 3 മാച്ചുകൾ കഴിഞ്ഞു. ഇറാങ്കൽ, മിറാമർ, അതുപോലെ തന്നെ സാൻഹോക്ക് ഇന്നലെ കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് നമ്മളുടെ മാപ്പ് വിക്കൻഡിയാണ്. ഇന്നത്തെ റൂം കാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹോം ടീം തന്നെയായ തറവാടാണ്. ഇതുവരെ 56 പേര് നമ്മളുടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്നാലും പെട്ടെന്ന് ടീമിലേക്കൊന്ന് പോയി കഴിയുമ്പം സ്ലോട്ട് 2-ൽ ഡിയോക്സീസ് ആണ്, 4 പേരും എത്തിയിട്ടുണ്ട്. സ്ലോട്ട് 3-ൽ മീബ്രോ, അവർ വന്നിട്ടില്ല, അവർ സീസണിൽ ഇതുവരെ വന്നിട്ടില്ല, ഇന്നും എത്തിയിട്ടില്ല. 4-ൽ വെസ്റ്റ് 7 ആണ്, അവർ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. സ്ലോട്ട് 5-ൽ എലൈറ്റ് ആണ്, അവർ 3 പേര് എത്തിയിട്ടുണ്ട്. 6 എക്സൗട്ട് ആണ്, അവർ എല്ലാവരും എത്തിയിട്ടുണ്ട്. 7 തറവാട് ഹോം ടീമാണ്, 3 പേര് എത്തിയിട്ടുണ്ട്. 8 ആൽക്കോ, എല്ലാവരും എത്തിയിട്ടുണ്ട്. 9 ബ്ലാക്ക് ഫോക്സ് ആണ്. എനിക്ക് തോന്നുന്നു അവരുടെ പണ്ടത്തെ ആ പ്ലെയേഴ്സൊക്കെ എത്തിയിട്ടുണ്ട്. ബ്ലാക്ക് ഫോക്സ് നേരത്തെ പ്ലെയേഴ്സൊക്കെ കുറവായിരുന്നു, ചില ദിവസങ്ങളൊക്കെ 2 പേരൊക്കെ ഉള്ളായിരുന്നു, പക്ഷേ അവരുടെ കഴിഞ്ഞ സീസണിൽ കളിച്ച പ്ലെയേഴ്സൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 10 ഗോ 46, 4 പേര് ഇന്നും മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം മാച്ച് തുടങ്ങാറായി. 11 TL4 ആണ്. 12 NGT, 13 സ്ക്വാഡ് വൈപ്പർ, 14 ആറ്റം, 15 ഓർട്ടൺസ്, 16 ഇന്ന് ഒരു ടീമും കളിക്കുന്നില്ല. 17 ഹൂനിഗനാണ്. 18 ബ്ലിറ്റ്സ്, 19 കാവാലം ഇ സ്പോർട്സ്, 20 ഡാർക്ക് ഹോഴ്സ്, 21 1S, 22 ട്രോൺ, 23 റിട്നിക്സ്, 24 റോയൽ ഡിമോൺസ് ആൻഡ് 25 ഗോഡ്സെൻഡ്. അപ്പോൾ നമ്മുടെ മാച്ച് വീക്കെൻഡിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം എല്ലാവരും ഓടി നടപ്പുണ്ട്. ഡിയോക്സീസിൽ തന്നെയാണ് നമ്മൾ ഡിഫോൾട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇന്നൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമ്മുടെ തറവാട് ഇ സ്പോർട്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് 7 മണിക്ക് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി തൊട്ട് ആ പേജിൽ വരുന്നതായിരിക്കും. അപ്പം പേജിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കുക. നമ്മുടെ സ്റ്റോറി ആയിട്ടും അല്ലാതെയും പോസ്റ്റായിട്ടും നമ്മളുടെ ഈ മാച്ചസിൻ്റെ ഡിസ്ക്രിപ്ഷനും വീഡിയോസും, അതുപോലെ തന്നെ നമുക്ക് തരുന്ന നിങ്ങൾ തന്നെ എടുത്ത നിങ്ങളുടെ ഫൈറ്റ്സിൻ്റെ മൊമെൻറ്റ്സും, നമ്മുടെ ഈ ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ സീസണിലെ മൊമെൻറ്റ്സും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അടിപൊളിയാക്കാം. അപ്പം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. നമ്മുടെ ഇന്ന് റൂട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ റൂട്ട് എന്ന് പറയുമ്പം ഇന്ന് ടോപ്പിലൂടെ പോഡ്വോസ്റ്റ, വോൾനോവ, ക്യാസിലിൻ്റെ ഒക്കെ അടുത്തുകൂടി, സിമീൻ ഫാക്ടറി, വൈനറുടെ ഒക്കെ അടുത്തുകൂടി ഒരു പാരലൽ റൂട്ടാണ്. അപ്പോൾ നമ്മളിപ്പം സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡിയോക്സ് ആണ്. നമുക്ക് സൗണ്ടൊക്കെ സെറ്റ് ചെയ്യാം. സൗണ്ട് കുറച്ച് കൂടാന്ന് കുറച്ച് വെക്കാം. ഓക്കെ, നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഡിയോക്സ് ആണ് ഇപ്പോൾ കറൻറ്റ്ലി സ്പെക്ക് ചെയ്യുന്നത്. 12 NGT, അവർ ഇന്നലെ സെക്കൻഡ് ടീമാണ്, എടുത്തു പറയണം. അവർ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ 11 TL4 ഇറങ്ങിയിട്ടുണ്ട്. 25 ഗോഡ്സെൻ്റ് ഇറങ്ങിയിട്ടുണ്ട്. 5 എലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. 6 എക്സൗട്ട് ഇറങ്ങിയിട്ടുണ്ട്. റിട്നിക്സ് അവിടെ തന്നെ നിൽക്കുകയാണ്. കാവാലം ഒക്കെ എനിക്ക് തോന്നുന്നു താഴേക്കാണ് വന്നത്. പക്ഷേ കുറേ ടീമുകൾ ആദ്യം തന്നെ ചാടി സബാവ അല്ലെങ്കിൽ കോൾമെയിൻ സൈഡിലേക്ക് കുറേ ടീം പോകുന്നുണ്ട്. ചില ടീം കോസ്മോഡ്രോം ആ സൈഡിലേക്കും ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഫൈറ്റ് ആദ്യം തന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ടീമുകളും ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം ഏറ്റവും ആദ്യം റിഡ്നിക്സ് മാത്രമേ ഉള്ളൂ എനിക്കൊന്ന് റൈറ്റ് സൈഡിലായിട്ട് ഇറങ്ങി, ലെഫ്റ്റ് സൈഡിലായിട്ട് ഇറങ്ങി സേഫായിട്ട്. റൂട്ടിൽ ലെഫ്റ്റ് സൈഡിൽ അവർ സേഫാണ്. പക്ഷേ ബാക്കി എലൈറ്റ് എനിക്ക് തോന്നുന്നു കോസ്മോഡ്രോമിൽ തന്നെ ഇറങ്ങി, അവിടെ ആരുമില്ല. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ടീംസ് പോയിരിക്കുന്നത് സബാവ സൈഡിലാണ്. പക്ഷേ TL4 അവരെ മനസ്സിലാക്കി കുറച്ച് മാറി ഇറങ്ങി. ഗോഡ്സൻ്റെ എക്സൗട്ട്, തറവാട് കൊണ്ട് അവരുടെ കൂടെ തന്നെ NGT കുറച്ചുകൂടെ വലിഞ്ഞു ഇങ്ങോട്ട്. നമുക്ക് ആദ്യം നമ്മുടെ എക്സൗട്ട് മച്ചാമാരിലേക്ക് ഒന്ന് തന്നെ പോയി തുടങ്ങാം. എക്സൗട്ടിലേക്ക് നമുക്കൊന്ന് പോയി തുടങ്ങാം. ബാക്കി നമുക്ക് ഫൈറ്റ് വരുന്നതനുസരിച്ച് എല്ലാ ടീമിലും പോകാം. ദിമിത്രിയാണ് എക്സൗട്ടിൻ്റെ അടുത്ത് തന്നെ, തറവാടും ഉണ്ട്, ഗോഡ്സെൻറ്റും ഉണ്ട്. 3 ടീമുകൾ ആദ്യം തന്നെ ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ്. മച്ചാൻ സ്റ്റക്കായോ അതോ ഞാൻ സ്റ്റക്കായതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, എൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അതോ നമുക്ക് റെഡ് സ്റ്റോം, ഇന്ന് പുതിയ പ്ലെയർ ഉണ്ട് എക്സൗട്ടിൽ, റെഡ് സ്റ്റോം. നമ്മളുടെ ആരാ കളിക്കാത്ത എക്സൗട്ടിൽ നമ്മുടെ ജാങ്കോ മച്ചാൻ ഇന്നില്ല. നമ്മുടെ സ്റ്റോം പുതിയ പ്ലെയറാണെന്ന് തോന്നുന്നു. ഓക്കെ, അടി നടന്നിട്ടുണ്ട്. ആദ്യം തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. തറവാടാണ് അവിടെ ഉള്ളത്. തറവാട് എനിക്കൊന്ന് വ്ളാഡിമിർ, നമ്മുടെ ജിവിനാണ്, തോക്കൊന്നുമില്ലാതെ ഓടുന്നു. വർഗീസ് ഇന്ന് തറവാട്ടിൽ കളിക്കുന്നുണ്ട്. 3 പേരേ ഉള്ളൂ തറവാട്ടിൽ.
സെയിൻ ഷാഡോ ആർക്കും തന്നെ തോക്ക് കിട്ടിയിട്ടില്ല. അപ്പം എക്സ് ഔട്ട് ഉണ്ട് അവിടെ. ഗോഡ്സെൻ്റ് ആണ് വേറൊരു ടീം അവിടെ ഉള്ളത്. ടീം നമ്പർ 25 ഗോഡ്സെൻറ്റിലേക്ക് നോക്കുമ്പം ലോജിക്സ് അതാ UMP ഒക്കെ പിടിച്ച് എക്സ് ഔട്ടിനെ നോക്കിയിരിക്കുന്നു. എക്സ് ഔട്ട് ദിമിത്രിക്ക് പൊട്ടിയേരി കിട്ടി ആദ്യം തന്നെ. കോഡി ബാങ്ക്സിലേക്ക് നോക്കുമ്പം ലൈറ്റ്നിങ് അതുപോലെ തന്നെ ബ്ലിങ്ക്. അപ്പോൾ തറവാട് വേഴ്സസ് ഗോഡ്സെൻറ്റ് വേഴ്സസ് എക്സ് ഔട്ട് ഒരു ഫൈറ്റ് അടക്കമുള്ള ഒരു ചാൻസ് നമുക്ക് അവിടേക്ക് പോകാം. അവർ ജസ്റ്റ് നോക്കി നിൽക്കട്ടെ. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ടീമുകളെ നോക്കുമ്പോൾ ഏതെങ്കിലും ടീം അടുത്തോണ്ട് ആഗ്രഹം ചെയ്യാം. TL4 കോൾമൈനിൽ സേഫാണ്. എലൈറ്റ് കോസ്മോഡ്രോമിൽ സേഫാണ്. നമ്മുടെ റോയൽ ഡിമോൺസ് ഗൊരോക്ക സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട്. മൗണ്ട് ക്രസ്നിക്കിൽ ടീം നമ്പർ 20 ഒരു നല്ല പൊട്ടിയിൽ വർഗീസ് മച്ചാനിട്ട് പൊട്ടിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഗോഡ്സെൻ്റ് തന്നെയാണ്. ലൈറ്റ്നിങ് അങ്ങോട്ട് റഷ് ചെയ്യുന്നു. ലൈറ്റ്നിങ് മാത്രമല്ല, ലൈറ്റ്നിങ്ങിന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. എക്സ് ഔട്ടിൻ്റെ കയ്യിലാണെന്ന് സംശയമുണ്ടത്. എക്സ് ഔട്ടാണ് ലൈറ്റ്നിങ്ങിനെ അവിടുന്ന് പൊട്ടിച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്ന്. ഓക്കെ, അപ്പം എക്സ് ഔട്ടും മനസ്സിലായിട്ടുണ്ട്. എക്സ് ഔട്ടിനും എല്ലാ ടീമുകൾക്കും മനസ്സിലായിട്ടുണ്ട് വേറെ 2 ടീമുകൾ അടുത്ത് തന്നെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പം ഏതായാലും ലൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളുടെ ടീം നമ്പർ 25 ഗോഡ്സൺ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം തറവാട് അവിടുന്ന് പേടിച്ചോടിയോ എന്നൊരു സംശയമുണ്ട്. കാരണം തറവാട് അവിടുന്ന് കാണുന്നില്ല. തറവാട് കുറച്ചുകൂടെ മാറി. അവർ മിക്കവാറും തറവാട് നേരെ എന്ന് കയറി പോർട്ടിൻ്റെ അവിടെ ചെന്നിട്ട് NGTയുടെ കൈ കൊണ്ട് തീരുമോ എന്ന് സംശയം. കാരണം തറവാടിനെ ഞാൻ തോക്കൊന്നും ആരുടെയും കണ്ടില്ല. ഓക്കെ, കാരണം ഇപ്പോഴും തോക്കില്ല തന്നെയാണ് തറവാട് ഓടിക്കൊണ്ടിരിക്കുന്നത്. തറവാട് ഓക്കെ, അവർ തോക്കില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്. വർഗീസിന് മാത്രമേ തോക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവർ പക്ഷേ സേഫായിട്ട് തന്നെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് വേറെ ടീമിലേക്ക് നോക്കുമ്പം Go 46 വില്ലയിൽ ഇറങ്ങിയിട്ടുണ്ട്. വില്ലയിൽ ആരും തന്നെ ഇല്ല. Go 46 നമുക്കറിയാം ഈ ടൂർണമെൻറ്റിലെ ടോപ്പ് ടീമാണ്. 97 പോയിൻറ്റുമാണ് ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും ടോപ്പിൽ. അടുപ്പിച്ച് 3-ാം സീസണിലും നിൽക്കുകയാണ് ഇപ്പം Go 46. ഈ അടുപ്പിച്ച് 3 സീസണിലും ചാമ്പ്യന്മാരാകാം എന്നുള്ള രീതിയിലാണ് അവരുടെ കളി. അവർക്ക് അതിനുള്ള നല്ല ചാൻസ് ഉണ്ട്. കാരണം സെക്കൻഡ് നിൽക്കുന്ന റോയൽ ഡിമോൺസ് 61 പോയിൻ്റേ ഉള്ളൂ. അവർക്ക് ഈ ഒരു സീസണിൽ ടോപ്പിലേക്ക് വരണമെങ്കിൽ ഈ അത്ഭുതങ്ങൾ സംഭവിക്കണം. കാരണം അവർക്ക് നല്ല കിൽ പോയിൻറ്റ്സും വേണം. അതുപോലെ തന്നെ അവർക്ക് ഇനിയുള്ള കളികളിൽ ടോപ്പ് പൊസിഷനിൽ എത്തണം. പക്ഷേങ്കിൽ നമ്മുടെ Go 46 ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അവർ ടോപ്പിലെത്താനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവർ വളരെ മികച്ച രീതിയിലാണ് കളിക്കുന്നത്. അവരുടെ മിയാബായ്, ജെന്നി, ഇല്യാസ് അവരുടെ ടോപ്പ് 3 പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. പുതിയൊരു പ്ലെയറും ഉണ്ട് Go 46 തണ്ടർ. അത് പുതിയൊരു പ്ലെയറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 3 മെയിൻ പ്ലെയേഴ്സും ഒരു പുതിയ പ്ലെയറിനെയും കൂടി ഇറക്കിയാണ് അവർ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ Go 46 സേഫാണ് അവിടെ. നമുക്കിനി മൊത്തം ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിയോക്സിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഡിയോക്സിസ് മച്ചന്മാർ ഏറ്റവും താഴെയാണ്. അവരൊരു സേഫായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഡിയോക്സിസ്. നമുക്ക് അങ്ങോട്ട് വരാം കാരണം അവർ സേഫാണ്. എലൈറ്റ് നമ്മൾ കണ്ടു. അവർ എലൈറ്റ് ഓക്കെ കോൾമൈനിലാണ് ഇറങ്ങി. കോസ്മോഡ്രോമിൽ തന്നെയാണ് ഇറങ്ങിയത്. അവിടെ തന്നെ ഉണ്ട് എലൈറ്റ്. അവിടെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അവിടെ തന്നെ മെച്ചന്മാർ നിൽപ്പുണ്ട്. എലൈറ്റ് മാർട്ടിൻ JK. ഇത് പുതിയ പ്ലെയറാണ് കേട്ടോ. മാർട്ടിൻ JK 98 പുതിയ പ്ലെയറാണ്. കാരണം നമ്മുടെ സ്പൈഡർ ഉണ്ട്, ഹണ്ടർ ഉണ്ട്, ടോം ഉണ്ട്. എലൈറ്റ് ടോം. എനിക്കൊന്ന് പേര് മാറ്റി തോന്നുന്നു. ഇന്നലെ KTM ടോമോ അങ്ങനെ എന്തോ ആയിരുന്നു. പേര് മാറ്റിയതാണെന്നാണ് തോന്നുന്നത് മച്ചാൻ. ഓക്കെ, അപ്പോൾ ഏതായാലും ഓക്കെ അവർ 4 പേരുണ്ട്. അവരെ ലൂട്ട് ചെയ്യട്ടെ. അവരും സേഫാണ്. 6 എക്സ് ഔട്ടിലേക്ക് പോയി കഴിയുമ്പം അവിടെ അടുത്താണ് ആളിപ്പോഴും ഉള്ളത്. നമുക്ക് അങ്ങോട്ട് തന്നെ പോകണം. കാരണം തറവാട് അവിടുന്ന് മാറിയിട്ടുണ്ട്. എക്സ് ഔട്ട് വേഴ്സസ് ഗോഡ്സെൻ്റ് ആണ് ഫൈറ്റ്. നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു മിറാമർ കളിച്ചപ്പോഴാണെന്ന് തോന്നുന്നു. അതോ നമ്മൾ കണ്ടിരുന്നു എക്സ് ഔട്ട് വേഴ്സസ് ഗോഡ്സെൻ്റ് ഒരു ഫൈറ്റ്. എക്സ് ഔട്ട് ഗോഡ്സെന്നെ വൈപ്പ് ചെയ്ത ടീമാണ് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഇപ്രാവശ്യം അവർക്ക് വീണ്ടും അത് ആവർത്തിക്കാൻ പറ്റുമോ, അതോ ഗോഡ്സെന്നെ എക്സ് ഔട്ടിനെ ഇവിടെ തീർക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ ഒരു ചോദ്യം. അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ അവിടെ നടക്കട്ടെ. തറവാട് ഇപ്പം തൽക്കാലം തറവാട് സേഫായിട്ട് ഏകദേശം ഈ ഇവരുടെയൊക്കെ നടുക്കായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു മെയിൻ ഒരു പ്ലേസിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ അവർക്ക് അത്യാവശ്യം ലൂട്ടിനുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ ചെറിയ ചെറിയ ബിൽഡിങ്സൊക്കെ കയറി അവർ ലൂട്ട് ചെയ്ത് പോവാണ്. അത് പോയിക്കോട്ടെ. നമുക്ക് നമ്മുടെ ടീം ആൽക്കോയിലേക്ക് വരാം. ആൽക്കോ നമ്മുടെ സീസണിലൊക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷനുള്ള ടീമാണ് ആൽക്കോ. പക്ഷേ അവർക്ക് കുറേ നാളുകളായിട്ട് അവരുടെ ഒരു കളി കളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ആൽക്കോ നല്ല നല്ല പ്ലെയേഴ്സുള്ള ടീമാണ്. ആൽക്കോ കൊച്ചു, നമ്മുടെ മിസ്റ്റർ കൊച്ചുവർമ്മനായാലും ബ്ലൈൻഡ്, നമ്മുടെ വിക്കി, അതുപോലെ തന്നെ റൈഡറെക്സ്. അപ്പോൾ അവർക്ക് നല്ലൊരു മികച്ച ടീം തന്നെയാണ് അവർക്ക്. പക്ഷേ അവരുടെ ആ ഒരു എല്ലാ ദിവസവും നിർഭാഗ്യകരമായിട്ട് ആണ് അവർ കില്ലാന്ന് നോക്കുക. പക്ഷേ ഇന്ന് അവർക്ക് നല്ലൊരു പെർഫോമൻസ് കേൾക്കാൻ പറ്റും. ബ്ലാക്ക് ഫോക്സിൽ നമ്മൾ 3 പേരെ കാണുന്നു. നമ്മുടെ മിസ്റ്റർ വിക്കിനെ ബ്ലാക്ക് ഫോക്സിൽ കാണുന്നില്ല. നമ്മൾ ലോബിയിൽ കണ്ടതാണ്. അപ്പം പുറത്തായി പോയ 4 പേരിൽ ഒരാൾ വിക്കാണ് എന്ന് തോന്നുന്നു. കാരണം വിക്കിനെ കാണുന്നില്ല. വിക്കിൻ്റെ അപ്ഡേറ്റഡ് അല്ല മാപ്പെന്ന് തോന്നുന്നു. നമ്മൾ 4 പേരാണ് മാപ്പ് അപ്ഡേറ്റ് ആകാത്തതുകൊണ്ട് ഇന്ന് പുറത്ത് പോയത്. നമുക്ക് അങ്ങോട്ട് എന്തായാലും പോകാം. അവർ വണ്ടിയിലാണെന്നൊരു സംശയമുണ്ട്. അവർ
നടുക്ക് തന്നെയാണ്, മൗണ്ട് ക്രസ്റ്റിക്കിന് അടുത്ത് തന്നെ നടുക്ക് തന്നെയുണ്ട്. അവർ വണ്ടിയിലാണ്. വണ്ടിയിൽ 2 പേരാണുള്ളത്, ഹെക്ടറും ഓക്കെ സോറി വണ്ടിയിൽ 3 പേരും തന്നെയുണ്ട് കേട്ടോ, ഗ്ലിച്ച് ആയതുകൊണ്ട് തോന്നിയാണ്. ഓക്കെ, അപ്പോൾ അവർ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെന്ന് കയറുന്നത് എലൈറ്റിൻ്റെ അടുത്തേക്കാണോ അതോ ഗോഡ്സെൻറ്റിൻ്റെ എക്സോട്ടിൻ്റെ അടുത്തേക്കാണോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. അവർ എലൈറ്റിന് അങ്ങോട്ട് പോകുമെന്നാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് ഫോക്സിനെ തന്നെ നോക്കിയിരിക്കാം, കാരണം അവർ എലൈറ്റിൻ്റെ അടുത്ത് തന്നെയാണ് പോകുന്നത്. ഓക്കെ, എലൈറ്റിൻ്റെ അടുത്തോട്ട് തന്നെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഏതായാലും രണ്ടും കൽപ്പിച്ചുള്ള പോക്കാണ് ബ്ലാക്ക് ഫോക്സ്. ഓക്കെ, എലൈറ്റ് അവിടെ എന്തോ ഡ്രോപ്പോ കാര്യങ്ങളോ അടിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ട് തന്നെയാണ് പോകുന്നത്. അതെ അതെ അതെ, എലൈറ്റിനെ കണ്ടിട്ട് തന്നെയാണ് പോകുന്നത് അങ്ങോട്ട്, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, എലൈറ്റിനെ നോക്ക് ചെയ്തു, ഒരു പ്ലെയറിനെ നോക്ക് ചെയ്തു. ഹണ്ടർ അവിടേക്ക് വന്നിട്ടുണ്ട്, ഹണ്ടറിനെ അടിക്കുമോ? ഹണ്ടറിനെ നോക്ക് ചെയ്തു. മച്ചാമാർ, ടോമും സ്പൈഡറും ഇവിടാണ് ഒളിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഫോക്സ് അവിടേക്ക് എത്തിയിട്ടില്ല. ടോം നല്ല രീതിയിൽ പൊട്ടിക്കുന്നുണ്ട്, സ്പൈഡറും ഇവിടെ നിൽപ്പുണ്ട്, ഫ്ലെയിമൊക്കെ ഇടുന്നുണ്ട്. പക്ഷെങ്കിൽ മികച്ച 2 കില്ലാണ് ബ്ലാക്ക് ഫോക്സ് ഇന്നിവിടെ എടുത്തതിന് നിസ്സംശയം പറയാം. കാരണം അവർ റഷ് ചെയ്ത് കളിച്ചു. നമ്മുടെ ഇവർ ഡ്രോപ്പൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ചെല്ലയെ നോക്കി ചെയ്തിട്ടുണ്ട് എലൈറ്റോം മച്ചാൻ ചെല്ല നൈസായിട്ട് നോക്കി ചെയ്തു, ആ കില്ലങ്ങ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഫോക്സ് 2 പേര് 2 vs 2 ഫൈറ്റ്. ടോം അരവിന്ദ് ബി ഫോക്സിനെ നോക്കിയിട്ടുണ്ട്. 2 vs 1. സ്പൈഡറും ടോമും കൂടെ ഒരുമിച്ചെത്തിയിരിക്കുന്നു. ഇനി ഹെക്ടർ മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ഫോക്സിൽ. നമ്മൾ ഹെക്ടറിലേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു. ഹെക്ടർ വേഴ്സസ് എലൈറ്റിലെ 2 പേരാണ് ഇവിടെ നടക്കുന്നത്. OP കളി കളിക്കുന്നു. കാരണം ബ്ലാക്ക് ഫോക്സ് ആദ്യം ഒരു OP കളി കളിച്ച് 2 പേരുടെ കില്ലെടുത്തെങ്കിൽ തിരിച്ച് നമ്മുടെ എലൈറ്റ് ടീം ചെല്ലയും അതുപോലെ തന്നെ അരവിന്ദ് ബി ഫോക്സിനെയും തീർത്ത്. അരവിന്ദ് ബി ഫോക്സ് നോക്ക് മാത്രമാണ്, അരവിന്ദ് ബി ഫോക്സ് തീർന്നിട്ടില്ല. അരവിന്ദ് ബി ഫോക്സിനെ രക്ഷിക്കാൻ പറ്റുമോ? അരവിന്ദിൻ്റെ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ അരവിന്ദ് ബി ഫോക്സിനെ കില്ലെടുത്തിട്ടുണ്ട് ഒരാൾ മാത്രം, ഹെക്ടർ വേഴ്സസ് എലൈറ്റ്. അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇന്നത്തെ അവിടേക്ക് ഗോ 46 വന്നിട്ടുണ്ട്, അവിടേക്ക് ഗോ 46 എത്തിയിരിക്കുന്നു. ദിസ് ഈസ് ഗോയിങ് ടു ബി ഇൻട്രസ്റ്റിംഗ്. കാരണം 2 ടീമുകൾ ഫൈറ്റ് ചെയ്യുന്നിടത്തേക്ക് ഗോ 46 വന്നു. ഇല്യാസ് വന്നിരിക്കുന്ന അവിടേക്ക്. ഇല്യാസ് നോക്കി നിൽക്കുന്നു. ജെനി അതുപോലെ തന്നെ നമ്മുടെ പ്ലേയേഴ്സ് മിയാബായ്, ഇല്യാസ് ഒരുമിച്ച് 2 പേരെ നോക്കി നിൽക്കുന്നു. അതാ ടോപ്പ് ടീംസിൻ്റെ ഫൈറ്റ്. ഒരു OP കളി നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം ഇവിടെ 2 ടീം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ട് ഗോ 46 കൂടെ കയറി വന്നപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി ഇൻട്രസ്റ്റിംഗ്. ഗോ 46ൻ്റെ നമ്മളുടെ തണ്ടർ പുതിയ പ്ലെയറാണ് നിൽപ്പുണ്ട്. ജെനി എലൈറ്റ് ടോമിനെ അങ്ങോട്ട് പുഷ് ചെയ്തു. ടോമിന് അടി കിട്ടുന്നുണ്ട്, ടോമിനെ നോക്ക് ചെയ്തിരിക്കുന്നു ജെനി. നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ടോം. ഇനി സ്പൈഡറും ഉണ്ട്, അവിടെ ഹണ്ടറും ഉണ്ട്. 2 പേരും വേറെ ടീമാണ്. സ്പൈഡർ അങ്ങോട്ട് ഓടുന്നുണ്ട്. നമുക്ക് ഫുൾ ഏരിയൽ വ്യൂ ആണ് നോക്കുന്നത്. കാരണം പല ടീമുകൾ പല രീതിയിൽ ഫൈറ്റ്. 3 പേരും സ്പൈഡറിനെ അങ്ങോട്ട് പുഷ് ചെയ്യുന്നു. ഗോ 46 സ്പൈഡറിൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്യുന്നു. ജെനി സ്പൈഡറിനെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഹെക്ടർ ഓടുണ്ട്. അതായത് ഗോ 46 ആദ്യം തന്നെ റഷ് ചെയ്ത് കളിക്കുന്ന ഒരു സീൻ. ഹെക്ടറിനെ ഗോ 46 സ്പോട്ട് ചെയ്തോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട്. കാരണം അവർ കണ്ടത് സ്പൈഡറിനെയാണ്. മിയാബായ് അതുപോലെ തന്നെ അവർ സ്പൈഡറിനെ ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. നമ്മുടെ ഇന്ന് ടീം നോക്കുവാണെങ്കിൽ ഇതുവരെ ഒരു ടീം വൈപ്പായിട്ടില്ല, പക്ഷേ പലരും തീർന്നിട്ടുണ്ട്. ഇവിടെ ഒരു വൈപ്പ്, അതാ സ്പൈഡറിനെയും ജെനി തീർത്തിരിക്കുന്നു. ജെനി ആദ്യം തന്നെ 2 കില്ലെടുത്തിരിക്കുന്നു. ഹെക്ടർ മച്ചാൻ ഇവിടെ കിടന്ന് എഴയുന്നുണ്ട്. ഇനി ഹെക്ടറിനെ സ്പോട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ഗോ 46. ഹെക്ടർ വേഴ്സസ് ഗോ 46 ആയിരിക്കുന്നു. നമ്മുടെ എലൈറ്റ് ടീം അങ്ങനെ ആദ്യം തന്നെ വൈപ്പായിട്ടുണ്ട്. അവർക്ക് ടോമിന് 1 കില്ലുണ്ട്. ആ ഒരു കില്ല് മാത്രമേ എടുക്കാൻ എലൈറ്റ് ടീമിന് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളുടെ ഗോ 46 അവിടേക്ക് വന്നിട്ട് നൈസായിട്ട് കളിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിച്ചിട്ട് അവരെ മുഴുവനായിട്ട് തീർത്തു. ഇനിയും നമ്മളുടെ ബ്ലാക്ക് ഫോക്സിലെ ഹെക്ടർ മാത്രം. ഗോ 46-ലെ ഇല്യാസ് 1 കില്ലെടുത്തിരിക്കുന്നു, ജെനി 1 കില്ലെടുത്തിരിക്കുന്നു. ദിസ് ഈസ് ഗോയിങ് ടു ബി ഇൻട്രസ്റ്റിംഗ്. ഹെക്ടർ അത് റഷ് ചെയ്യുന്നു അങ്ങോട്ട്. ഹെക്ടറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? ഹെക്ടർ ഇനി അവിടെ ആരെങ്കിലും ഒരാളെ നോക്കാക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് വേറെ ടീമുകളൊന്നും ഇവിടെ അടിക്കുന്നില്ല. ഹെക്ടറിനെ തന്നെ നമുക്ക് നോക്കിയിരിക്കാം.
വേറെ ആരും തന്നെ ഇവിടെ ഒരു ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. ഇവിടെ 3 ടീമുകൾ വന്നൊരു ഫൈറ്റ് എടുത്തിരിക്കുന്നു. അത് മിയാബായി ഹെക്ടറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മിയാബായിക്ക് നല്ല ഡീട്ടി, ആളെ മനസ്സിലായി, അവരിനി റഷ് ചെയ്യും. അതാ ജെനി മിയാബായി ആണ് ഹെക്ടറിനെ തീർത്തിരിക്കുന്നത്. അങ്ങനെ ബ്ലാക്ക് ഫോക്സ് ഇന്ന് രണ്ടാമത് വൈപ്പായ ടീമായിരിക്കുന്നു. ബ്ലാക്ക് ഫോക്സ് വേഴ്സസ് എലൈറ്റ് ആണ് ഇവിടെ ഒരു ഫൈറ്റ് നടന്നതെങ്കിൽ അവസാനം മിച്ചം വന്ന ടീം Go46 ആണ് എന്നതിൻ്റെ നിസ്സംശയം പറയേണ്ടി വരും. കാരണം അവർ നടന്ന ഫൈറ്റിൽ ഒരു തീരുമാനമാക്കിയത് Go46 വന്നിട്ടാണ് തീരുമാനം അവിടെ ആക്കിയത്. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് 2 പേര് ഒരു ഈക്വൽ ഫൈറ്റ് നടക്കുകയായിരുന്നു, ബ്ലാക്ക് ഫോക്സ് വേഴ്സസ് എലൈറ്റ്. പക്ഷെങ്കിൽ Go46 വന്നിട്ട് 2 പേരെയും തീർത്തിട്ട് അതാ അവിടുന്ന് 4 പേരും പോകുന്നുണ്ട്. അതാണ് ഹീറോയിസം. കയറി വന്ന് അടിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ടീമിൽ നോക്കുമ്പോൾ എക്സൗട്ടും ഗോഡ്സെൻറ്റും ഇപ്പോഴും മുഖാമുഖം നോക്കിയിരിപ്പുണ്ട്. അവരുടെ റിട്നിക്സ് Go46 ഇപ്പോൾ ഉള്ള പൊസിഷൻ അടുത്ത് തന്നെയുണ്ട്. പക്ഷേങ്കിൽ ഇതുവരെ ആരും 14 ടീമുകളുണ്ടെങ്കിൽ അത് ശ്രീഹരീഷ് 20 നമ്മളുടെ ഡാർക്ക് ഹോഴ്സ് അടിക്കുന്നു. ഡാർക്ക് ഹോഴ്സ് ഇവിടെ ഡാർക്ക് ഹോഴ്സ് CNT വിസ നമ്മുടെ 24 നമ്മളുടെ റോയൽ ഡിമോൺസിലെ മച്ചന്മാരാണ്. വിന്നി മച്ചാൻ നോക്കാണോ? വിന്നി നമ്മൾ റോയൽ ഡിമോൺസിലേക്ക് പോകുമ്പോൾ വിന്നി നമ്മൾ ടോപ്പ് പ്ലെയറാണ്. വിന്നി നോക്കാണ്. വിന്നി പക്ഷേ റിവൈവ് ചെയ്യുന്നു. ഓക്കെ, വിന്നി ഇനിയും 20-ലെ ഒരു പ്ലെയറുടെ ഉള്ളൂ, സൈക്കോ മാത്രമേ ഉള്ളൂ. സൈക്കോ താഴെ, മറ്റുള്ളവരെല്ലാം മേളിലുമാണ്. ഓക്കെ, സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വിസാറുണ്ട്, നമ്മളുടെ ഓറിയാക്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം TL4 വേഴ്സസ് ഓർട്ടോൺസ് ഒരു ഫൈറ്റ് നമുക്ക് അങ്ങോട്ട് പോകണം. ഓർട്ടോൺസ് പ്രവി ഡെഡ് ആയിട്ടുണ്ട് ആദ്യം തന്നെ. TL4 വളരെ മികച്ച രീതിയിൽ ഈ സീസണിൽ കളിക്കുന്ന ഒരു ടീം. ഫ്ലോക്കിയ റിവൈവ് ആണ്, പക്ഷേ ഡാക്സ് വന്നിട്ട് 2 പേരെ നോക്ക് ചെയ്തു. ഇനി നിബൂസ് കൂടി മാത്രം. നിബൂസ് വേഴ്സസ് TL4 ആയിരിക്കും ഒരു ഫൈറ്റ്. അതാ വൈപ്പ് ചെയ്തിരിക്കുന്നു നിബൂസ് TL4-നെ വൈപ്പ് ചെയ്തിരിക്കുന്നു ഒറ്റയ്ക്ക്. ബാക്കി എല്ലാവരും നോക്കായ സമയത്ത് TL4-ലെ 4 പേരും ഡെഡ് ആയിട്ടുണ്ട്. നമ്മളൊരു ഓർട്ടോൺസിൻ്റെ ഒരു OP പെർഫോമൻസ് എന്നതിനെ എടുത്തു പറയണം. കാരണം നമ്മൾ പ്രവി ആദ്യം തന്നെ പോയിരുന്നു, കില്ലായിരുന്നു. പക്ഷേ ഈ ഫ്ലോക്കി അറ്റ് ദ സെയിം ടൈം ഫ്ലോക്കിയും അവരുടെ അഭിജിത്തും നോക്കായിരുന്നു. പക്ഷെങ്കിൽ അവർക്ക് ഫ്ലോക്കി അതിനിടയ്ക്ക് കില്ലുമായി. അറ്റ് ദ സെയിം ടൈം നിബൂസ് ഒരു ഓവർ പവേർഡ് ഗെയിമിൽ 4 കില്ല്. നിബൂസ് 4 കില്ല്. ആ TL4-നെ നിബൂസ് ഒറ്റയ്ക്ക് വൈപ്പ് ചെയ്തിരിക്കുന്നു. ചില ആക്ഷൻസ് നമുക്ക് മിസ്സായി. പക്ഷേ ഒന്ന് പറയട്ടെ, ഇതുവരെ ഇവിടെ നടക്കുന്നതിൽ ഏറ്റവും നല്ലൊരു OP കളി കളിച്ചിരിക്കുന്ന നിബൂസാണ്, നമ്മുടെ നിബൂസ് മച്ചാനാണ്. കീപ് ഗോയിങ് ഗൈസ്. 2 പേർ മാത്രമേ ഇവിടുന്ന് അവർ തിരിച്ചു പോകുന്നുള്ളൂ. എന്നിരുന്നാൽ കൂടി വളരെ മികച്ച രീതിയിൽ ഒരാൾ തന്നെ 4 കില്ലോ എടുത്തിട്ടുണ്ട്. നിബൂസ് നമുക്കറിയാം വളരെ മികച്ചൊരു ഫൈറ്റാണ് TL4-യുടെ ഡാക്സുമായിട്ട് ലാസ്റ്റ് നമ്മൾ കണ്ടത്. ഒരു 10-15 സെക്കൻഡോളം ഉണ്ടായിരുന്നു ആ ഫൈറ്റ്. ഒരു റീലോഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഗ്യാപ്പ് ഇടയ്ക്ക് വന്നെങ്കിൽ നിബൂസ് നൈസായിട്ട് ഒരു സ്ക്വാഡിനെ തന്നെ അങ്ങ് വൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഓർട്ടോൺസ് ഗുഡ് ഗോയിങ്. നമുക്ക് സോൺ നോക്കുമ്പം വില്ലയാണ് ഏകദേശം സെൻട്രലായിട്ട് വന്നിരിക്കുന്നത്. മൗണ്ട് ക്രസിംഗ് കുറേ ഇടയിലുണ്ട് സെൻറ്റർ, ഡൈനോ പാർക്കിൻ്റെ പകുതി. പക്ഷേ അതൊക്കെയാണ് മെയിൻ ഒരു സെൻറ്റർ സോണിൽ വന്നിരിക്കുന്നത്. തറവാട് സോണിലാണ് NGT ഡ്രോപ്പ് ഒക്കെ എടുത്ത് നിൽപ്പുണ്ട്. ഓർട്ടോൺസ് അറ്റത്താണ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗോഡ്സെൻറ്റ് എക്സൗട്ടിനടുത്ത് നിന്ന് വിട്ട് മാറിയിട്ടുണ്ട്. റിട്നിക്സും ഒരു സേഫായിട്ട് നിൽപ്പുണ്ട്. ടീം നമ്പർ 8 ആൽക്കോയും 17 ഹൂനിങ്ങിനും ഏകദേശം അടുത്താണ്. അറ്റ് ദ സെയിം ടൈം കാവാലം സ്പോർട്സ് നമ്മളവരെ കണ്ടില്ല. നമ്മളുടെ Go46 ഏകദേശം സെൻറ്ററിലേക്ക് എത്തിയിട്ട് അവർ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. കാവാലവും അറ്റ് ദ സെയിം ടൈം റോയൽ ഡിമോൺസും തമ്മിലൊരു ഫൈറ്റ് എടുക്കാൻ ചാൻസ്. നമ്മൾ ഇന്ന് കാവാലത്തിലേക്ക് പോകണം, അവരെ നമ്മൾ ഇന്ന് നോക്കിയില്ല. കാവാലം വേഴ്സസ് Go46 വേഴ്സസ് റോയൽ ഡിമോൺസ്. അരേ വാ, ഇത് കൊഴുക്കുമെന്ന് ഉറപ്പാണ്. കാരണം ടോപ്പ് ടീംസ് എത്തിയിരിക്കുന്നു. ഡ്രോപ്പിനടുത്തേക്ക് ടോപ്പ് ടീംസ് എത്തിയിരിക്കുന്നു. M24 കൊണ്ട് നോക്കുകയാണ് നമ്മുടെ ലിൻഡോ വയനാട്. നമുക്കറിയാം നമ്മുടെ കാവാലം ആകാശ് നമ്മുടെ ഒരു കളിയിലെ ടോപ്പ് പ്ലെയർ ആയിരുന്നു. വൺ ഓഫ് ദി ടോപ്പ് പ്ലെയേഴ്സ് ആയിരുന്നു ആകാശും M4 ആണ് കയ്യിലിരിക്കുന്നത്. വിഗുവും എല്ലാവരും M4 ആണ്. സ്പൈഡർ ഇന്ന് എല്ലാം M4 ആണ്. Go46 ആണത്. Go46 അതെ, മികച്ച രീതിയിലാണ് അവിടെ രക്ഷപ്പെട്ടത്. Go46 വേഴ്സസ് കാവാലം നല്ലൊരു ഫൈറ്റ്. തണ്ടർ ആകാശിനെ നോക്കിയിരിക്കുന്നു. ഇല്യാസിനെ നോക്കിയാൻ സ്പൈഡർ ശ്രമിക്കുന്നു. സ്പൈഡറിനെ നോക്കാക്കിയിരിക്കുന്നു. സെയിം ഷാഡോ അറ്റ് ദ സെയിം ടൈം. വേറൊരു NGT വേഴ്സസ് തറവാട് ഒരു ഫൈറ്റ് നടക്കുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം കാവാലം വേഴ്സസ് Go46 ഫൈറ്റ് നടക്കുന്നു. നമുക്ക് വീണ്ടും Go46 പോകേണ്ടിയിരിക്കുന്നു. കാവാലത്തെ വൈപ്പ് ചെയ്തിരിക്കുകയാണ് Go46. വിന്നി അതേ സെയിം ടൈം ഇവിടെ അവരും ഉണ്ട് കേട്ടോ. വിന്നിയുണ്ട്, റോയൽ ഡിമോൺസും ഉണ്ട്. ഇല്യാസിനെ നോക്കി ചെയ്തിരിക്കുന്ന
ഇല്യാസിനെ നോക്കി വിൻ ചെയ്തിരിക്കുന്നു. ജെനി എനിക്കൊന്ന് കുറേ പേർ നോക്കാണ്. തണ്ടർ റിവൈവ് ചെയ്യുകയാണ്. അങ്ങോട്ടൊരു നേടിട്ടിരിക്കുകയാണ് വിന്നി. ആ നേടില് 2 പേരും തീർന്നു. അതാ ഗോ 46. ഇനിയും തണ്ടർ നോക്കാണ്, ഇല്യാസ് നോക്കാണ്, ജെനി മാത്രമേ ഉള്ളൂ. മിയാബായ് നോക്കാണ്. ജെനി മാത്രമേ ഉള്ളൂ ഇവിടെ. എന്ത് ചെയ്യും ജെനി? അതാണ് ഇവിടുത്തെ ചോദ്യം. അറ്റ് ദ സെയിം ടൈം മിയാബായെ കില്ലെടുത്തിട്ടുണ്ട്. ജെനി ഇല്യാസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം മിയാബായും തണ്ടറും ഏകദേശം അടുത്തടുത്ത് തന്നെയായിരുന്നു. അതാ ഇന്നും ടോപ്പ് ടീംസ് ഫൈറ്റ്, ടോപ്പ് ടീംസ് തമ്മിലൂടെ ഫൈറ്റ് ചെയ്യുന്നു. അതാ ഗോ 46 കവർ എടുത്തടിച്ചിരിക്കുന്നു. ജെനി ജസ്റ്റ് ഇന്ന് ഇവിടെ വൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഗോ 46 ടോപ്പ് ടീമിനെ റോയൽ ഡിമോൺസ് ഇന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ കളിയിൽ ഏറ്റവും നല്ലൊരു ചാൻസ് ആണുള്ളത്. അത് ജെനി എവിടെ നിന്ന് വീണ്ടും ഓടി രക്ഷപ്പെടുന്നു. ഒന്നും പറയാനില്ല. അതാ ഗോ 46നെ റോയൽ ഡിമോൺസ് ഇന്ന് വൈപ്പ് ചെയ്തിരിക്കുന്നു. ഗോ 46ന് ടോപ്പ് 10 എത്താൻ സാധിക്കുന്നില്ല. 11th പൊസിഷനിൽ ഗോ 46 ഇന്ന് വൈപ്പ് ആയിട്ടുണ്ട്. ടേബിൾ ടോപ്പേഴ്സ് അന്ന് ഇങ്ങനെ ടോപ്പ് 10 എത്താതെ ഇന്ന് വൈപ്പായിരിക്കുന്നു. ഗോ 46 ഇന്ന് ടോപ്പ് 10 എത്തിയിട്ടില്ല. അതുതന്നെയാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഇതുവരെയുള്ള ഒരു ന്യൂസ്. അവരെ വൈപ്പ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ടീം 24 റോയൽ ഡിമോൺസ് ആണ്. അവർ പോയിന്റ്സ് ടേബിളിൽ സെക്കൻഡ് നിൽക്കുന്ന ടീമാണ്. അവർക്ക് ഇന്ന് ചിക്കൻ ഡിന്നർ അടിക്കാനുള്ളൊരു സാധ്യത. ഇപ്പോൾ അവർ ഇന്ന് ചിക്കൻ ഡിന്നർ അടിച്ചു കഴിഞ്ഞാൽ ടേബിൾ ഒന്നുകൂടി ക്ലിയർ ആകും. കാരണം ഒരു നാളത്തെ മാച്ച് വളരെ ക്രൂഷ്യലായിട്ട് വരും. കാരണം ഇന്ന് നമ്മളുടെ റോയൽ ഡിമോൺസിന് കുറച്ച് പോയിന്റ് ഈ മാച്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മളുടെ ടീം 10 ഗോ 46 ഇന്നത്തെ മാച്ചിൽ അവർക്ക് 6 കിൽ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം 6 കില്ലുമായിട്ട് വിന്നി ഒറ്റയ്ക്കാണ് ഗോ 46നെ വൈപ്പ് ചെയ്തത്. 6 കില്ല് ഗോ 46നെ ഇത് വിന്നി ഒറ്റയ്ക്ക് അടിച്ചിരിക്കുന്നു. നിബൂസിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു. പക്ഷെങ്കിൽ അതിനെ വരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ടോപ്പ് ടീമായ ഗോ 46നെ വിന്നി ഇന്ന് ഒറ്റയ്ക്ക് അടിച്ചിരിക്കുന്നു. വിന്നി ടുഡേ വൈപ്ഡ് ഔട്ട് ഗോ 46. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്. ഓക്കെ, ഇനിയും ടോപ്പ് 10 ടീംസ്. റിഡ്നിക്സ് സേഫായിട്ട് കളിക്കുന്നു. നമ്മളുടെ ഗോഡ്സെൻ്റ് കുറച്ചുകൂടെ സേഫായിട്ട് കളിക്കുന്ന അവരുടെ അടുത്ത് എക്സൗട്ട് ഉണ്ടായിരുന്നു. നമ്മളുടെ ഓട്ടോൺസ് നമ്മൾ കണ്ടു. NGT അവർ തറവാടിന് അടിക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടിരുന്നു. പക്ഷേങ്കിൽ തറവാടിലെ സെയിൻ ഷാഡോയെ NGTയുടെ ബോയ്ക്ക ഇടയ്ക്ക് അടിച്ചിരുന്നു, കില്ല് ചെയ്തിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് ഇപ്പം എല്ലാ ടീംസിലേക്കും പോകാൻ സമയമില്ല. എവിടെ ഫൈറ്റ് നടക്കുന്നോ അങ്ങോട്ട് പോകേണ്ടയുള്ളൊരു ടൈമായിട്ടുണ്ട്. തറവാടും വേഴ്സസ് ഡിയോക്സിസ് അടുത്തടുത്ത് എത്തിയിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ആൽക്കോ വേഴ്സസ് ഹൂനിയൻ കുറച്ചും കൂടെ അടുത്തെത്തിയിരിക്കുന്നു. അവിടെയാണ് ഇനി ഒരു പൊട്ടൻഷ്യൽ ഫൈറ്റ് അടക്കാൻ ചാൻസ് ഉള്ളത്. എക്സൗട്ട് ഇപ്പോഴും ഗോഡ്സനെ നോക്കി നിൽപ്പുണ്ട്. എക്സൗട്ട് അടിക്കുന്നു. ഓക്കെ, സുജിത്ത് നോക്കാക്കിയിട്ടുണ്ട്. നമുക്ക് സുജിത്ത് മച്ചാനിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ സുജിത്ത് ലോജിക്സിനെ നോക്കാക്കിയിട്ടുണ്ട്. ഇത് ഒരു അവസരമായിട്ട് എടുത്തിട്ട് ഗോഡ്സണിനെ വൈപ്പ് ചെയ്യാൻ എക്സൗട്ടിന് സാധിക്കുമോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. സിംബയും അങ്ങോട്ട് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. ദിമിത്രി കുറച്ചുകൂടെ സേഫാണ്. സ്റ്റോവും ലോജിക്സിനെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. ആരെങ്കിലും റിവൈവ് ചെയ്യാൻ വരുമോ അല്ലെങ്കിൽ ലോജിക്സിനെ തന്നെ കില്ല് ചെയ്യാൻ പറ്റുമോ? സ്മോക്ക് ഇട്ടിരിക്കുന്നു. നമുക്ക് ഇത് സെയിം ടൈം ഗോഡ്സണിലേക്ക് പോയി കഴിഞ്ഞാൽ ലോജിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബ്ലിങ്ക് ഓടി അങ്ങോട്ട് വരുന്നുണ്ട്. ബ്ലിങ്ക് ആണ് സ്മോക്കിൽ കൂടി ലോജിക്സിൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്ന പ്ലെയർ. നമുക്ക് ഒന്ന് സൈലൻ്റ് ആയി കഴിഞ്ഞാൽ അടി കേൾക്കുന്നുണ്ടോയെന്ന് അറിയാം. ഇങ്ങോട്ട് ടോപ്പ് ബോയ് വിക്കിയെ നോക്കാക്കിയിരിക്കുന്നു. ഹൂനിഗൻ അറ്റ് ദ സെയിം ടൈം ഹൂനിഗൻ അടിക്കുന്നു. ടോപ്പ് ബോയെ നോക്കാക്കിയിരിക്കുന്നു. ബ്ലൈൻഡ്. ആൽക്കോ വേഴ്സസ് ഹൂനിഗൻ ഒരു ഫൈറ്റ് നടക്കുന്നു. നമുക്ക് തിരിച്ചുടനെ തന്നെ പോകണം. അതാ ടോപ്പ് ബോയിയെ വുൾഫ് റിവൈവ് ചെയ്യുന്നു. ഇന്ന് പക്ഷേ രണ്ട് പ്ലെയേഴ്സ് പുതിയതായിട്ടാണ് കളിക്കുന്നത്. അത് ലൈറ്റ്നിങ് സിംബനെ അടിച്ചിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകണം. ഇന്ന് DTS വുൾഫ് ഹൂനിയന് വേണ്ടി ഒരു പുതിയ പ്ലെയർ കളിക്കുന്നു. ഓക്കെ, ടോപ്പ് ബോയ് വിക്കിയും ഒരുമിച്ച് അതാ ടോപ്പ് ബോയ് ആ കില്ലെടുത്തിട്ടുണ്ട്. വിക്കി കില്ലായിട്ടുണ്ട്. ഈ റൈഡറക്സും ബ്ലൈൻഡും കൊച്ചും മാത്രം. ഇവിടെ ടോപ്പ് ബോയും അതുപോലെ തന്നെ DTS വുൾഫ് മാത്രം. നമുക്ക് പെട്ടെന്ന് എക്സൗട്ടിലേക്ക് ഇവിടെ 2 ടീം ഒരുമിച്ച് ഫൈറ്റ് നടക്കുന്നു. അതാ സ്മോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് 25 ലൈറ്റ്നിങ് ഒരു സൂപ്പർ പെർഫോമൻസ് ആണ് നടത്തുന്നു. ലൈറ്റ്നിങ്ങിലേക്ക് നമുക്കിപ്പോൾ പോകണം. അവർ എക്സൗട്ടാണ് അടിക്കുന്നത്. എക്സൗട്ടിലേക്ക് പോകുമ്പോൾ 4 പേര് ഉണ്ട്. പക്ഷേങ്കിൽ ലൈറ്റ്നിങ് നല്ല രീതിയിൽ അങ്ങോട്ട് റഷ് ചെയ്യുന്നുണ്ട്. സ്റ്റോം നോക്കാണ്. ദിമിത്രി ലൈറ്റിങ്ങിനെ നോക്ക് ചെയ്തിരിക്കുന്നു. അതാ ഒറ്റ ഫ്രെയിമിൽ തന്നെ ഒരു പ്ലെയറിനെ നോക്കുമ്പോൾ തന്നെ എല്ലാവരെയും കാണാൻ പറ്റുന്ന അവസ്ഥ. അതാ
നമുക്ക് ഒരു ഏരിയൽ വ്യൂ കഴിഞ്ഞാൽ ലൈറ്റ്നിങ് നോക്കാണ്. വൈപ്പാക്കിയോ? എക്സൗട്ടിനെ വൈപ്പ് ചെയ്തിരിക്കുന്നു ഗായ്സ്. എക്സൗട്ടിനെ വൈപ്പ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ടീം എക്സൗട്ട്. അവർക്ക് കില്ലൊന്നും എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. 4 പേരുമുണ്ട് ഗോഡ് സെൻറ്റിൽ. അവർ എക്സൗട്ടിനെ നൈസായിട്ട് അങ്ങ് വൈപ്പാക്കിയിരിക്കുന്നു. അത് ആൽക്കോ അവിടെ അടിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ആൽക്കോയിലേക്ക് പോകണം. ആൽക്കോ കൊച്ചു, അത് റൈഡ്രക്സിനെ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. വിക്കറ്റൊപ്പം തന്നെ റൈഡ്രക്സിന് നഷ്ടമായിട്ടുണ്ട്. കൊച്ചു ആൽക്കോ 17. അതാ ആൽക്കോ നോക്കായിരിക്കുന്നു. ആൽക്കോ ഡെഡ് ആയിരിക്കുന്നു, വൈപ്പായിരിക്കുന്നു. ടോപ്പ് 8 ടീംസ്. ഡോപ്പ് ബോയ് മാത്രം ഹൂനിഗൻ്റെ ഡോപ്പ് ബോയ്ക്ക് സോണിലേക്ക് എത്താൻ പറ്റുമോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഗൈസ് കമോൺ, ഡോപ്പ് ബോയ് ഹൂനിഗൻ ടീം ഇന്നൊരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. DTS വുൾഫ് 1 കില്ല്, ടോപ്പ് ബോയ് 1 കില്ല്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ചോദ്യം ഡോപ്പ് 46 വിന്നി അതാ റിഡ്നിക്സിനെ അടിക്കുന്നു. വിന്നി ഇന്നൊരു OP പെർഫോമൻസ് ആണ്. നമുക്ക് അതാണ് ഇവിടെ ആദ്യം കാണേണ്ടത്. കാരണം വിന്നി ഇപ്പോൾ തന്നെ 6 കില്ലുമായിട്ട് നമ്മുടെ ടോപ്പ് ടീമായ ഗോ 46 വരെ വൈപ്പ് ചെയ്തിട്ട് വിന്നി നിൽക്കുന്നു. 6 കില്ലുമായിട്ട് വിന്നി ഒരു പ്ലെയറിനെ നോക്കാക്കിയിട്ടുണ്ട്. വണ്ടി എടുത്ത് അങ്ങോട്ട് റഷ് ചെയ്യാൻ തന്നെയാണ്. M4ഉം അറ്റ് ദ സെയിം ടൈം ആ ഡ്രോപ്പിൽ നിന്നോ അല്ലെങ്കിൽ കിട്ടിയ AW ആണ് വിന്നിയുടെ കയ്യിലിരിക്കുന്നത്. വിന്നി ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുമോ? അതാ ഗോഡ്സെൻറ്റിനെ ആണെന്ന് തോന്നുന്നു. അവർ റിഡ്നിക്സിനും ഗോഡ്സെൻറ്റും അവരടുത്തുണ്ട്. NGT അറ്റ് ദ സെയിം ടൈം തറവാടിനടിക്കുന്നു. സൈ ഡെഡായിട്ടുണ്ട്. നമുക്ക് റോയൽ ഡിമോൺസിലേക്ക് തന്നെ പോകാം. കാരണം റോയൽ ഡിമോൺസ് DOP 46 തന്നെ ഹൂനിഗനും വൈപ്പായിട്ടുണ്ട്. ഇനി 7 ടീമുകൾ മാത്രം ഗൈസ്. 7 മോർ ടീംസ്. അവർ വിന്നിയൊക്കെ കയറി ചെല്ലുന്നത് തറവാട്ടിലെ 2 പ്ലേയേഴ്സിനടുത്തേക്ക്. നമ്മുടെ വ്ളാഡിമിർ അവരെയും കാണുന്നില്ല. ഓക്കെ, ഫൈറ്റ് നടക്കുന്നു. ഇവർ കുറച്ച് സേഫായിട്ട് തറവാട്ടിലെ പ്ലേയേഴ്സിന് അങ്ങോട്ട് പോകുന്നു. അവിടെ തന്നെ ഡിയോക്സീസും ഉണ്ട്. തറവാടിനെ ഇപ്പോൾ കാണാനുള്ളൊരു ചാൻസ്. വിന്നി തറവാടിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, തറവാടും ഡിയോക്സീസ് ഇവിടെ തന്നെ ഉണ്ട്. സിമ്പിളായിട്ട് ഓപ്പൺ ആയിരുന്നു വർഗീസ് ഓപ്പൺ ആയിരുന്നു. ഇനി വ്ളാഡിമിർ കൂടി മാത്രം. വ്ളാഡിമിറിനെയും കൂടെ കില്ല് ചെയ്ത് വിന്നി ഇപ്പോൾ മൊത്തം 6 കില്ലാണ് എടുത്തിട്ടുള്ളത്. അതാ വിന്നിയുടെ വക ഒരു സൂപ്പർ നേട് അങ്ങോട്ട് പോകുന്നു. വ്ളാഡിമിർ വിക്കാർ റിവൈവ് ചെയ്യായിരിക്കും. ആ നേടിൽ തീരുവാതോ വിന്നി കയറി ചെന്ന് അടിക്കുമോ നമുക്ക് നോക്കാം. ഓക്കെ, വിന്നി രണ്ടും കൽപ്പിച്ചതാ കയറി പോകുന്നു. ഒന്നും നോക്കാനില്ല. നൈസായിട്ട് നല്ല അടി കിട്ടി. പക്ഷെ എന്നാലും വീണ്ടും നോക്കാണ്. വർഗീസിനെ നോക്കാക്കിയിട്ടാണ്. അതോ വൈപ്പാണോ? അല്ല, അവിടെ വൈപ്പായിട്ടില്ല. അത് തീർന്നിരിക്കുകയാണ് ഗായ്സ്. തറവാട് തീർന്നിരിക്കുകയാണ്. ടോപ്പ് 6 ടീംസ്. വിന്നി 6ൽ നിന്ന് 2 കില്ലും കൂടി 8 കില്ല് എടുത്തിട്ട് വിന്നി ഒരു OP പെർഫോമൻസ് ഇന്ന് കാഴ്ചവെക്കുന്നു ഗായ്സ്. ഇവിടെ ഡിയോക്സീസും ഉണ്ട്, നമ്മളത് മറക്കരുത്. കാരണം ഡിയോക്സീസും ഇവിടെ വളയുന്നു. ഡിയോക്സീസ്, ഇൻഫ്ലെയിമോ, ട്രിഗോൺ, അതേപോലെ തന്നെ മാഡ് മാക്സ് അവരും 24-ന് പക്ഷെ അവർക്ക് 12-ൻ്റെ അടുത്താണോ 24-ന് അടുത്താണോ കുറച്ചും കൂടെ അടുത്തെന്ന് തോന്നുന്നു. കുറേ ടീമുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ ടോപ്പ് 6 ടീംസിലെത്തിയിരിക്കുന്ന ഗൈസ്. ഗോഡ്സെൻറ്റ്, റോയൽ ഡിമോൺസ്, ഡിയോക്സീസ്, NGT, ഓർട്ടോൺസ് ആൻഡ് റിഡ്നിക്സ്. ഇപ്പോൾ എവിടെയാണ് ഒരു ഫൈറ്റ് ഇറങ്ങി ഞാൻ ഉള്ളത്? ഓർട്ടോൺസ് വേഴ്സസ് NGT. ഓർട്ടോൺസിൽ 2 പ്ലെയറേ ഉള്ളൂ. NGT അവർ ഫൈറ്റ് നടക്കുമോ? മുകളിലാണ് 3 ടീമുകൾ. ഓർട്ടോൺസ്, NGT ആൻഡ് റിഡ്നിക്സ്. താഴെ റോയൽ ഡിമോൺസ്, ഡിയോക്സീസ്. അതാ നമ്മുടെ ഗോഡ്സെൻറ്റ് ഒരു ഫൈറ്റ് എടുത്തിരിക്കുന്നു. അവിടെ നിബൂസിനെ NGT അടിച്ചിരിക്കുന്നു അറ്റ് ദ സെയിം ടൈം. പക്ഷെ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് കാണാൻ പറ്റില്ല. കാരണം ഇവിടെ 3 ടീംസ് തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നു. അതാ ഡിയോക്സി മാഡ് മാക്സിനെ ബ്ലിങ്ക് അടിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു ഏരിയൽ വ്യൂവിലേക്ക് നമുക്ക് പോകേണ്ടി വരും. കാരണം ഇവിടെ പല ടീമുകൾ ഫൈറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ലൈറ്റ്നിങ് ഓടുകയാണ്. ലൈറ്റ്നിങ് ഇപ്പോൾ നോക്കാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് മിസ്സായി. NGT നിബൂസിനെ ഇങ്ങനെ ടോപ്പ് 5 ടീംസ്. ഓർട്ടോൺസ് 6 എത്തിയിരിക്കുന്നു. ഓർട്ടോൺസ് വൈപ്പായിരിക്കുന്നു. അതാ ഗൈസ്, NGT മാത്രം ടോപ്പിൽ. ബാക്കി 3 ടീമുകൾ ഇവിടെ ഇപ്പോൾ ഫൈറ്റ്. ടീം നമ്പർ 25 ഗോഡ്സെൻറ്റ് വേഴ്സസ് ഡിയോക്സീസ്. അതാ ബ്ലിങ്കിനെ നോക്ക് ചെയ്തിരിക്കുന്നു മാഡ് മാക്സ്. ഡിയോക്സീസ് 3 പേരും ഇവിടെ തന്നെയുണ്ട്. 3 പേരും ഒരേ വീട്ടിൽ. അതാ NGT വേഴ്സസ് റോയൽ ഡിമോൺസ് അറ്റ് ദ സെയിം ടൈം. വേറൊരു ഫൈറ്റ്, ഓപ്പൺ ഫൈറ്റ്. ഗോഡ്സെൻറ്റിലെ 2 പേർ നോക്കാണ്. ലൈറ്റ്നിങ്ങും ലോജിക്സും നോക്കാണ്. ഇനി ബ്ലിങ്ക് മാത്രം. ബ്ലിങ്കും തീരാറായി. ബ്ലിങ്ക് തീർന്നിരിക്കുന്നത് വൈപ്പായിരിക്കുന്നു. അല്ല സോറി, കോഡി ബാങ്ക്സും കൂടി ഉണ്ട്. ഇനി കോഡി ബാങ്ക്സ് വേഴ്സസ് ടീം ഡിയോക്സീസിലെ 3 പേരും കോഡി ബാങ്ക്സും അറ്റ് സെയിം ടൈം റിഡ്നിക്സിനെ അടിക്കുന്നു. ഗൈസ്, കോഡി ബാങ്ക്സ് മാത്രം ഇവിടെ. കോഡി ബാങ്ക്സിൽ നോക്കുകയാണെങ്കിൽ മോളിൽ കയറി നിൽക്കുകയാണ് ഡിയോക്സീസിലെ. അറ്റ് സെയിം ടൈം അല്ല പെട്ടെന്ന് മാറിയിരിക്കുകയാണ്. കോഡി ബാങ്ക്സ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്, കയറി വന്നു. കോഡി ബാങ്ക്സ്
കോഡി ബാങ്ക്സ് ഡിയോക്സീസിനെ ഒറ്റയ്ക്ക് വൈപ്പായിരിക്കുന്നു. OP പെർഫോമൻസ് 3 കില്ല് അവിടുന്ന് കോഡി ബാങ്ക്സ് എടുത്തിരിക്കുകയാണ്. 3 കില്ല്. റിട്നിക്സ് അറ്റ് ദ സെയിം ടൈം അടിക്കുന്നു. റിട്നിക്സ് വേഴ്സസ് NGT. ബോയ്ക്ക നോക്കായിരിക്കുകയാണ്. NGTയെ റിട്നിക്സ് അടിക്കുന്ന കാഴ്ച. ടോപ്പ് 4 ടീംസ് ആണ് ഇപ്പോൾ ഉള്ളത്. അതാ NGT ഉണ്ട്, നമ്മുടെ റിട്നിക്സ് ഉണ്ട്, വിന്നി അറ്റ് ദ സെയിം ടൈം NGT അടിക്കുന്നു. ഇനി NGTയിലെ സൈനൈഡ് കൂടി മാത്രം. വിന്നി 8 കില്ലുമായിട്ട് വിന്നി NGTയുടെ ഒരു പ്ലെയറിനെ ക്ലെയിം ചെയ്തു. വിന്നി എന്നൊരു OP പെർഫോമൻസ് ഗൈസ്. അതാ ഓൾറെഡി സംസാരിക്കുന്നു. റോയൽ ഡിമോൺസ് NGTയുടെ പ്ലെയറിനെ കൂടെ കില്ലെടുത്ത് വിന്നി 9 കില്ലുമായിട്ട് മുന്നേറുന്നു. 9 കിൽസ് ഫോർ വിന്നി. വിസാഡ് 3 കില്ലുമായിട്ട് നൈസ് സപ്പോർട്ട്. റിട്നിക്സിനെ സ്പോട്ട് ചെയ്തടിക്കുന്നു വിന്നി. അതാ റിട്നിക്സ് വിസാഡിനെ നോക്കിയിരിക്കുന്നു. റിട്നിക്സ് ടീം ഇവർ 2 പേർ മാത്രമേ ഉള്ളൂ. റിട്നിക്സ് ഇങ്ങോട്ട് പുഷ് ചെയ്യുവോ? കോഡി ബാങ്ക്സ് മാത്രം ഒറ്റയ്ക്ക്. പുള്ളി എന്തായാലും ഇങ്ങോട്ട് വരും. പക്ഷെ റിട്നിക്സ് വേഴ്സസ് നമ്മളുടെ ടീം 24 റോയൽ ഡിമോൺസ്. കോഡി ബാങ്ക്സ് ഒറ്റയ്ക്ക്. അതാ 5 പ്ലെയേഴ്സും റിട്നിക്സിലെ ഡാർക്ക് 6 പ്ലെയേഴ്സ് ഉണ്ട്. അതാ വിന്നി നോക്കാണ്. ഇനി അതാ വിസാഡ് ഈവിളിനെ അടിച്ചിരിക്കുന്നു. വിന്നി നോക്കാണ്. അതാ തീർന്നിരിക്കുന്നു. റിട്നിക്സ് ടോപ്പ് 2 ടീംസ്. റിട്നിക്സിലെ 2 പ്ലെയേഴ്സും കോഡി ബാങ്ക്സ് മാത്രം. വിന്നി സൂപ്പർ കളിയായിരുന്നു. പക്ഷേ റിട്നിക്സിലെ ഒരു പ്ലെയർ നോക്കാണ്. കോഡി ബാങ്ക്സിന് സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? കോഡി ബാങ്ക്സ് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ. റിട്നിക്സിലെ ഡാർക്ക് 3 കില്ലുമായിട്ട്. റിട്നിക്സ് ഈ സീസണിൽ ഇതുവരെയുള്ള കളിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല റിട്നിക്സിൽ. പക്ഷേ ഈ കളിയിൽ അവർ ടോപ്പ് 2 എത്തിയിരിക്കുന്നു. അവർക്ക് ഇന്നിവിടെ 2 പ്ലെയേഴ്സ് ഉണ്ട്. അവർക്കൊരു നമ്പർ അഡ്വാൻറ്റേജ് ഉണ്ട് ഇവിടെ. അവർക്ക് ഇന്ന് ഇവിടെ നിന്ന് ഒരു ചിക്കൻ ഡിന്നറായിട്ട് മടങ്ങാൻ സാധിക്കുമോ? അതോ ടീം നമ്പർ 25 ഗോഡ്സണിനെ ഒറ്റയ്ക്ക് ഇവിടം വരെ എത്തിച്ച കോഡി ബാങ്ക്സ്, ടീം നമ്പർ 2 ഡിയോക്സിസിനെ ഒറ്റയ്ക്ക് വൈപ്പ് ചെയ്ത് വന്ന കോഡി ബാങ്ക്സിന് ഇവരെ 2 പേരെയും തീർത്ത് ചിക്കൻ ഡിന്നറായിട്ട് ഇവിടെ മടങ്ങാൻ സാധിക്കുമോ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ ഗൈസ്. കം ഓൺ. ഇവിടെ ഒരു OP ഫൈറ്റ് തന്നെ നമുക്ക് കാണാം ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. കാരണം ഇതുവരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത 2 ടീമാണ് ടോപ്പ് 2 ലാസ്റ്റിലെത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മളുടെ ലീഗിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കോഡി ബാങ്ക് സ്പോട്ട് ചെയ്ത് നിൽക്കുന്നു. ഈവിളിന് ലൈഫ് കുറവാണ്, ഡാർക്കിന് മാത്രമുള്ള ലൈഫ്. പക്ഷേ ഡാർക്ക് 3 കില്ലുമായിട്ട് നിൽക്കുന്നു. അറ്റ് ദ സെയിം ടൈം കോഡി ബാങ്ക്സ് 3 കില്ലായിട്ട് നിൽക്കുന്നു. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ചോദ്യം, കോഡി ബാങ്ക്സിന് ഇവരിൽ ഒരാളെ ആദ്യം നോക്കിയത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു 1 vs 1 ആയിരിക്കും. അത് ഡാർക്ക് ഇങ്ങോട്ട് നോക്കുന്നു. സ്പോട്ട് ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഡാർക്കിനെ നോക്കുകയാണെങ്കിൽ സ്പോട്ട് ചെയ്തിട്ടൊന്നും അറിയില്ല. ഡാർക്കിനെ നോക്കാക്കിയിരുന്നു. 1 vs 1. ഇതാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഡാർക്കിനെ നോക്കാക്കിയിട്ടുണ്ട്. ഡാർക്കിന്റെ കില്ല് ക്ലെയിം ചെയ്യുവാണോ കോഡി ബാങ്ക്സിലൂടെ? ഡാർക്കിനെ 1 vs 1. റിട്നിക്സ് ഈവിൾ വേഴ്സസ് കോഡി ബാങ്ക്സ്. എന്തൊരു പെർഫോമൻസ്. റിട്നിക്സ് ഈവിൾ 1 കില്ലുമായിട്ട് നിൽക്കുകയാണ്. എക്സ്പെക്ട് ചെയ്തില്ല കോഡി ബാങ്ക്സിൽ നിന്ന് പെട്ടെന്ന് റെഡി. റിട്നിക്സ് കോഡി ബാങ്ക്സിനെ അടിക്കുന്നു. വളരെ മികച്ചൊരു ഫൈറ്റ്. നമുക്ക് ഏരിയൽ ഫൈറ്റ് നോക്കി കഴിഞ്ഞാൽ കോഡി ബാങ്ക്സ് ലൈഫ് എടുക്കുന്നു. പൊസിഷൻസ് മനസ്സിലായിട്ടുണ്ട്. കോഡി ബാങ്ക്സ് സോണിലാണ്. ഈവിളിന് അവിടെ നാനങ്ങുക വേണം. ഈവിളിന് സോണിൽ കയറണം. റിട്നിക്സ് ഈവിൾ സോണിലല്ല ഗൈസ്. അതാണ് ഇവിടുത്തെ ഫൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ആരടിക്കും? ഹൂ വിൽ ക്ലെയിം? റിട്നിക്സ് ഈവിളിന് ഗോഡ്സൺ നല്ല അടി കിട്ടിയിരിക്കുന്നു. ഗോഡ്സണിൽ അതാ റിട്നിക്സ് ഈവിളിനെ തിരിച്ചടിക്കുന്നു. ലൈഫ് കുറവാണ് കോഡി ബാങ്ക്സിന്. ലൈഫ് വളരെ കുറവാണ്. പക്ഷേ റിട്നിക്സ് നമ്മുടെ ഈവിള് സോൺ ഔട്ടാണ്. ഇപ്പോഴും സോണിൽ കയറിയിട്ടില്ല. അവിടുന്ന് മാറാൻ പറ്റുന്നില്ല. ഈവിളിന് ലൈഫ് എടുക്കുകയാണ് മച്ചാൻ. മാറാൻ പറ്റുന്നില്ല. ഇന്ന് സോൺ ഔട്ടിൽ തീരുവോ? സോൺ ഔട്ടിൽ തീർന്നിരിക്കുകയാണ്. അതൊരു സത്യം പറഞ്ഞിട്ട് നിർഭാഗ്യകരമായി പോയി റിട്നിക്സിന്. ലാസ്റ്റ് 2 പേരുണ്ടായിട്ട് കൂടി അവർക്ക് ഇന്ന് ചിക്കൻ അടിക്കാൻ പറ്റുന്നില്ല. ബട്ട് ടീം ഗോഡ്സൺ കൺഗ്രാജുലേഷൻസ്. കോഡി ബാങ്ക്സ്, ഓൾ ക്രെഡിറ്റ്സ് ടു കോഡി ബാങ്ക്സ്. ഡിയോക്സിസിലെ ഒറ്റയ്ക്ക് വൈപ്പ് ചെയ്ത് 4 കില്ലുമായിട്ട് കോഡി ബാങ്ക്സ്, 2 കില്ലുമായിട്ട് ലൈറ്റ്നിങ്, 1 കില്ലുമായിട്ട് ബ്ലിങ്ക്, 1 കില്ലുമായിട്ട് ലോജിക്സ്, 8 കില്ലുമായിട്ട് നമ്മളാരും പ്രതീക്ഷിക്കാത്ത പോലെ ടീം ഗോഡ്സൺ ഇന്ന് ചിക്കൻ അടിച്ചിരിക്കുകയാണ്. സെക്കൻഡ് എത്തിയിരിക്കുന്നത് റിട്നിക്സ്. പക്ഷേ നിർഭാഗ്യകരം എന്ന് തന്നെ പറയത്തുള്ളൂ. കാരണം നമ്പർ അഡ്വാൻറ്റേജ് റിട്നിക്സിൻ്റെ കൂടെ ആയിരുന്നു. പക്ഷേങ്കിൽ റിട്നിക്സിലെ ഡാർക്ക് അവസാനം എത്തിയപ്പോൾ ഓപ്പണിലേക്ക് കുറച്ചുകൂടി പോയി. അത് നമ്മളുടെ കോഡി ബാങ്ക്സിൽ നിന്നും അടി വാങ്ങിച്ചു കൂട്ടി. അങ്ങനെ അവസാനം 4 കില്ലുമായിട്ട് റിട്നിക്സ് ഇന്ന് സെക്കൻഡ് എത്തിയിരിക്കുകയാണ്. തേർഡിലുള്ള ടീമിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരാളെ പറയണം. വിന്നി 9 കില്ലാണ് വിന്നി എടുത്തിട്ടുള്ളത്. 3 കില്ലുമായിട്ട് വിസാഡുണ്ട്. ഓറിയാക്സിന് അവർക്ക് നേരത്തെ നഷ്ടമായെങ്കിൽ കൂടി 12 കില്ല്. ഇന്നത്തെ ഏറ്റവും കൂടുതൽ ടീം കിൽസ് അതാന്ന് തോന്നുന്നു. കാരണം 12 കില്ലിൽ 9 കില്ലും ക്ലെയിം ചെയ്തിരിക്കുന്നത് നമ്മളുടെ വിന്നിയാണ്. കൺഗ്രാജുലേഷൻസ് ടു വിന്നി. OP പെർഫോമൻസ് ഫ്രം വിന്നി. 12 കില്ലുമായിട്ട് ടീം 24
റോയൽ ഡിമോൺസ് ആണ് തേർഡിലുള്ളത് ഗൈസ്. ഫോർത്തിലുള്ളത് NGT ആണ്. NGT കുറിച്ച് പറയുമ്പോൾ കുറച്ച് 2-3 കളികളായിട്ട് പുതിയ ടീമാണ് അവർ. പക്ഷേ നല്ല 2-3 പെർഫോമൻസ്. ഇന്നലെ അവർ സെക്കൻഡ് എത്തിയ ടീമാണെന്ന് തോന്നുന്നു. കാരണം നല്ല പെർഫോമൻസ് വരുന്നു. സൈനൈഡ് 2 കില്ല്, ബോയ്ക്ക 1 കില്ല്, അങ്ങനെ 3 കില്ലുമായിട്ട് 4ാമതെത്തിയിട്ടുണ്ട് NGT. 5ാമത് ഡിയോക്സിസ് ആണ്. ഹാർഡ് ലക്ക്, കാരണം കോഡി ബാങ്ക്സ് ഒറ്റയ്ക്കാണ് ഇവരെ 3 പേരെ അടിച്ചത്. മാറ്റ് മാക്സ് മികച്ച രീതിയിൽ 3 കില്ലുമായിട്ട് കളിച്ചു വരികയായിരുന്നു. പക്ഷെങ്കിൽ പറ്റിയില്ല. അവർക്ക് 5ാമതെത്തിയിരിക്കുകയാണ്. 6ാമതെത്തിയിരിക്കുന്ന ഓർട്ടോൺസ്. പക്ഷെങ്കിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് നിബൂസ് ആണ്. ഒറ്റയ്ക്ക് TL4നെ വൈപ്പ് ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. ടീം 15 ഓർട്ടോൺസ് അവർ 6ാമതെത്തിയിരിക്കുകയാണ്. അവർക്ക് നിബൂസിൻ്റെ ആ 4 കില്ല് മാത്രമേ ടീമിനുള്ളൂ. 7ാമതെത്തിയിരിക്കുന്നത് തറവാടാണ് ഗൈസ്. കില്ലുകളൊന്നും എടുക്കാൻ സാധിച്ചില്ലെങ്കിലും അവർ 7ാമത് എത്തിയിട്ടുണ്ട്. 8ാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോൾ ഹൂനിഗൻ 2 കില്ലുമായിട്ട് ഹൂനിഗൻ ഇന്ന് 8ാമതെത്തിയിരിക്കുന്നു. 9ലേക്ക് വരുമ്പോൾ ആൽക്കോ, ബ്ലൈൻഡിന് 1 കില്ല്, റൈഡറെക്സ് 1 കില്ല്. അങ്ങനെ ടീം നമ്പർ 8 ആൽക്കോ 9ാമതെത്തിയിരിക്കുകയാണ് വിത്ത് 2 കിൽസ്. 10th എത്തിയിരിക്കുന്നത് നമ്മുടെ എക്സ് ഔട്ടാണ്. എക്സ് ഔട്ടിൽ നിന്ന് കില്ലുകളൊന്നും തന്നെ ഇല്ലെങ്കിലും അവർ 10th എത്തിയിട്ടുണ്ട്. 11th നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ടീമാണ്. ടോപ്പ് 10ൽ കാണേണ്ട ടീം, ടോപ്പ് 5ൽ കാണേണ്ട ഒരു ടീമാണ് Go46. പക്ഷെങ്കിൽ വിന്നി ഒറ്റയ്ക്ക് ഒരു OP കളി കളിച്ച് Go46നെ ഇന്ന് വൈപ്പ് ചെയ്തിരിക്കുകയാണ്. 6 കില്ലുണ്ട് അവർക്ക്. മിയാബായ് 2 കില്ല്, ഇല്യാസ് 2 കില്ല്, തണ്ടർ 1 കില്ല്, ജെന്നി 1 കില്ല്. 6 കില്ലുണ്ടെങ്കിൽ കൂടി അവർക്ക് 11th പൊസിഷൻ കൊണ്ട് ഇന്ന് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു. നമ്മൾ ടേബിൾ ടോപ്പേഴ്സാണ് Go46. പക്ഷെങ്കിൽ ഇന്നത്തെ ഒരു പെർഫോമൻസ് കൊണ്ട് ടേബിൾ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 12th എത്തിയിരിക്കുന്നത് കാവാലം eSports. കില്ലുകളൊന്നും തന്നെ ഇല്ല. 13th TL4. നമുക്കറിയാം TL4ലെ എഡ്ജറും അതേപോലെ തന്നെ സ്പാർട്ടനും അവർ ഓർട്ടോൺസിലെ 2 പ്ലെയേഴ്സിനെ ആദ്യം തന്നെ കില്ലെടുത്തതാണ്. പിന്നെയാണ് നിബൂസ് താണ്ഡവമാടിയത് അവിടെ. അങ്ങനെ 2 കില്ലുമായിട്ട് 13th എത്തിയിട്ടുള്ള TL4. 14th എത്തിയിരിക്കുന്നത് ടീം നമ്പർ 20 ഡാർക്ക് ഹോഴ്സ് ആണ്. കില്ലുകളൊന്നും തന്നെ ഇല്ല. 15th എത്തിയിരിക്കുന്നത് ടീം 9 ബ്ലാക്ക് ഫോക്സ് ആണ്. അതിൽ 2 കില്ലുമായിട്ട് ചെല്ല, 1 കില്ലുമായിട്ട് ഹെക്ടർ. നമ്മൾ കണ്ടതാണ് ആദ്യം സംഭവിച്ചത് അവിടെ. കാരണം ബ്ലാക്ക് ഫോക്സും അവിടെ എലൈറ്റുമായിട്ടൊരു ഫൈറ്റ് എടുത്തിരിക്കുന്നു. അങ്ങോട്ട് Go46 വന്നിട്ടാണ് 2 ടീമിലെ ബാക്കിയുള്ള മിച്ചം വന്ന പ്ലെയേഴ്സിനെ വൈപ്പാക്കിയത്. പക്ഷെങ്കിൽ 3 കില്ലുമായിട്ട് 15th എത്തിയിരിക്കുന്നത് ബ്ലാക്ക് ഫോക്സ് ആണ്. 16th ലാസ്റ്റ് ഇന്ന് ആദ്യം വൈപ്പായ ടീം എലൈറ്റ് ആണ്. എലൈറ്റ് ടോമിന് മാത്രം 1 കിൽ. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ കണ്ട ഫൈറ്റാണ് എലൈറ്റ് വേഴ്സസ് ബ്ലാക്ക് ഫോക്സ്. ബ്ലാക്ക് ഫോക്സ് എലൈറ്റിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. അങ്ങോട്ട് വീണ്ടും Go46 വന്നിട്ട് അവരെ വൈപ്പ് ചെയ്തു. Go46നെ നമ്മളുടെ റോയൽ ഡിമോൺസ് വൈപ്പ് ചെയ്തു. റോയൽ ഡിമോൺസിനെ റിട്നിക്സ് വൈപ്പ് ചെയ്തു. അങ്ങനെ ഒരുപാട് വൈപ്പുകൾ. അവസാനം ആരും പ്രതീക്ഷിക്കാതെ കോഡി ബാങ്ക്സിൻ്റെ ഒരു മാസ്മരിക പെർഫോമൻസ് അദ്ദേഹം അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ആ മാറ്റി വെച്ചതുകൊണ്ട് ടീം നമ്പർ 25 ഗോഡ്സണിന് പോയിൻറ്റ്സ് ടേബിളിൽ ഒരു കുതിച്ചു കയറ്റവും അറ്റ് ദ സെയിം ടൈം ഒരു ചിക്കൻ ഡിന്നറും. ഗൈസ്, ഇന്നത്തെ ഒരു പെർഫോമൻസിന് ശേഷം നമ്മൾ വീണ്ടും നാളെ കാണുന്നതാണ്. നാളെയാണ് ദ ലാസ്റ്റ് മാച്ച്. ഇന്നത്തെ മാച്ചിന് ശേഷം നാളെ ഒരു ഡിസൈഡർ ആയിരിക്കുകയാണ്. നമുക്ക് നാളെ നോക്കാം ആരൊക്കെ പോയിൻറ്റ്സ് ടേബിൾ മാറി മറിയുന്ന, ആരൊക്കെ ടോപ്പിലെത്തും, ആരൊക്കെ നാളെ വീഴും, ആരൊക്കെ കയറും എന്ന് തന്നെ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ നാളെ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് നിജോ സൈനിങ് ഔട്ട്. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.